രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അത്തരം നീചമായ നടപടികൾ ചെയ്ത കേരളത്തെ ഞെട്ടിപ്പിച്ച ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിൽ നിന്ന് CPM ഒരിക്കലും കൈകഴുകാൻ കഴിയില്ല എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഞാനും KPC പ്രസിഡന്റായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ കണ്ട ദാരുണമായ കാഴ്ചകൾ മനസ്സിൽ നിന്ന് ഇപ്പോഴും എൻ്റെ മായുന്നില്ല. രണ്ട് കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി, ആ പാർട്ടിയെ ആ പ്രതികളെ സംരക്ഷിച്ച പാർട്ടി, ആ പാർട്ടിക്ക് ഇനിയും പ്രതികളുണ്ട്. അവരെ വെറുതെ വിടുന്നതിനോട് പൂർണ്ണമായ നീതി നടപ്പായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിയമപരമായ മറ്റ് നടപടികൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു മുൻ MLA അടക്കമുള്ള ആളുകളെ കുറ്റക്കാരാണെന്ന് വിധിച്ചു. ഇനി ശിക്ഷ വിധിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചു പേരെ വെറുതെ വിട്ടു. അപ്പോൾ അതിനെതിരായി എന്ത് ചെയ്യണം ആ കുടുംബവുമായിട്ട് ആലോചിച്ച് പാർട്ടി കൂടി ആലോചിച്ച് അത് വേണ്ട നടപടി സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഭീകരന്മാർ ചെയ്യുന്ന രീതിയിലാണ് രണ്ട് ചെറുപ്പക്കാരെ അവിടെ കൊലപ്പെടുത്തിയത്. പെരിയ ഇരട്ട കൊലപാതകം തേച്ചു മായ്ച്ച് കളയാൻ പരമാവധി ഗവൺമെൻറ് തലത്തിൽ തന്നെ നീക്കങ്ങൾ നടന്നതാണ്. അതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കോടതി വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതികൾ കോടതിയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ കുടുംബ പ്രാരബ്ധങ്ങൾ പറഞ്ഞ് പ്രതികൾ ശിക്ഷയിൽ ഇളവ് തേടുന്നുണ്ട്. പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളും ഉണ്ട് എന്നാണ് ചില പ്രതികൾ പറയുന്നത്. 18-ാം വയസ്സിൽ ജയിലിൽ കയറിയെന്നാണ് 7-ാം പ്രതി അശ്വിൻ പറയുന്നത്. പട്ടാളക്കാരനാകാനാണ് ആഗ്രഹിച്ചത്. വീട്ടുകാരെ 6 വർഷമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ രോഗാവസ്ഥയിലാണെന്ന് 8-ാം പ്രതി